ജയ്പൂരിൽ നിന്ന് ജയ്സൽമറിലോട്ട് ലീനൻ എക്സ്പ്രസ് കയറി ഏകദേശം 12 മണിക്കൂറാണ് യാത്ര വരുന്നത്. ഓൾറെഡി ടിക്കറ്റ്സ് പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പുലർച്ചെ ഒരു 5 മണിയാവുമ്പോൾ നമ്മൾ ജയ്സൽമർ റെയിൽവേ സ്റ്റേഷനിലെത്തും. വളരെ ശൂന്യമായ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ജയ്സൽമർ. പുറത്തിറങ്ങുമ്പോൾ തന്നെ കുറേ ഓട്ടോ ഡ്രൈവേഴ്സും ടാക്സി ഡ്രൈവേഴ്സും ഹോട്ടൽ ഉടമകളും നമ്മളടുത്ത് വന്ന് റൂമിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കും. നമ്മളൊരു ലോക്കൽ ടാക്സി ഡ്രൈവറുമായിട്ട് 500 രൂപയ്ക്ക് ഒരു 3 മണിക്കൂർ ഫ്രഷനപ്പ് ആവാൻ വേണ്ടി മാത്രം ഒരു റൂം എടുത്തു. വളരെ മിനിമലായൊരു റൂമായിരുന്നു. ടാക്സി ഡ്രൈവർ തന്നെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും. ഏകദേശം ലൊക്കേഷന് ഫോർട്ടിനടുത്ത് തന്നെ ആയിരുന്നു വന്നിരുന്നത്. ഇവിടെ എല്ലാതും ഒരു ഗോൾഡൻ ടച്ചിലാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മൾ ഫോർട്ടിലോട്ട് നടക്കുകയാണ്. ഫോർട്ട് ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലായതുകൊണ്ട് തന്നെ നമുക്ക് നടന്ന് പോകാമെന്ന് തീരുമാനിച്ചു. എല്ലാതും ഒരു ഗോൾഡൻ ടച്ച് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഫോർട്ട് എത്തിയപ്പോൾ മനസ്സിലായി വെയിൽ കൂടുന്നുണ്ട്, അത്യാവശ്യം നല്ലോണം നടക്കാനുണ്ട്. നമ്മളൊരു ലോക്കൽ ഓട്ടോ ഹയർ ചെയ്തു. ഉച്ചവരെ മാത്രം ടൈമുള്ളതുകൊണ്ട് 3 സ്ഥലം കവർ ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് അതെടുത്തത്. ആദ്യം ഫോർട്ടിനുള്ളിലുള്ള പാലസ് പോയി. പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾ പിന്നെ ലൈഫ് ഇൻ എ ഫോർട്ട് കാണുക എന്നുള്ളതായിരുന്നു. വളരെ ഇൻട്രസ്റ്റിങ്ങും വ്യത്യസ്തവുമായി തോന്നിയൊരു കാര്യമാണ്. വളരെ ഡിഫറെൻ്റായ കുറേ ലൈഫ് അവിടെ. ഷോപ്പിങ്ങിന് ഓപ്ഷൻ ഉണ്ട്, ഫോട്ടോഗ്രാഫി ഓപ്ഷൻസ് ഉണ്ട്, മ്യൂസിയം ഉണ്ട്, പാലസ് ഉണ്ട്, ലോക്കൽ ആർട്ടിസ്റ്റ് ഉണ്ട്. എല്ലാതും അവിടെ കാണാനായിട്ട് സാധിക്കും. എല്ലാതും ഒരു ഫോർട്ടിനുള്ളിലായിരുന്നു എന്ന് മാത്രം. നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നടക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത് നമ്മൾ എത്തിയത് പട്വോക്കി ഹവേലിയിലായിരുന്നു. അവിടെ 5 ഹവേലികളാണുള്ളത്. ഓരോ ഹവേലിയിലും അവർ താമസിച്ചിരുന്നപ്പോൾ ഉപയോഗിച്ച സാധനങ്ങളും അവരുടെ ലിവിങ് റൂം, ഡൈനിങ് റൂം, കിച്ചൺ, അതുപോലെ തന്നെ അവർ യൂസ് ചെയ്തിരുന്ന ഫർണിച്ചേഴ്സ്, ഓർണമെൻറ്റ്സ്, ഡ്രസ്, വെപ്പൻസ് എല്ലാതും അവിടെ പ്രിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ നല്ലൊരു ഡിഫറെൻറ്റ് കാര്യമായിരുന്നു അത്. അത് കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സ്ഥലത്ത് തന്നെ വന്ന് നമ്മൾ ലഞ്ചും കഴിച്ചു, ചെക്ക് ഔട്ടും ചെയ്തു. അപ്പോഴേക്കും ഡെസേർട്ടിലോട്ടുള്ള ക്യാബ് ഡ്രൈവർ നമ്മളെ പിക്ക് ചെയ്ത് കൊണ്ടുപോയി.